ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക $100. ആ ഒരു $100 വെച്ചാണ് നിങ്ങൾ ഇനി 3 മാസം ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു 3 മാസം നിങ്ങൾ ചെയ്യേണ്ടത് ഈ $100 വെച്ചുകൊണ്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഡെയിലി $5 $5 നിങ്ങൾ $100 വെച്ചിട്ട് എന്നാക്കുക ജനറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ ആളായിക്കോട്ടെ, അതായത് നമ്മൾ സിസ്റ്റത്തിൽ തന്നെ, അതായത് അവർക്ക് സക്സസ് ആവണമെങ്കിൽ നമ്മളങ്ങനെ ഇതാക്കൂല അവരെ, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഈ ഒരു ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യാം. നിങ്ങൾ $100 വെച്ചുകൊണ്ട് $5 നിങ്ങൾ എന്നാക്കുക ടാർഗറ്റ് ചെയ്യുക. അതില് ആ ഒരു മാസം നിങ്ങൾക്ക് $150 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. $150 നിങ്ങൾക്ക് എന്നാവും പ്രോഫിറ്റ് കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള $100 ഉണ്ട് ക്യാപിറ്റൽ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ എന്ന് പറഞ്ഞാൽ $250 എന്തായി ക്യാപിറ്റലിലേക്ക് വന്നു. നെക്സ്റ്റ് നിങ്ങൾ അടുത്ത മാസം ഈ $250 വെച്ചുകൊണ്ട് ഡെയിലി $10 ടാർഗറ്റ് ചെയ്യണം. ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, ഷുവർ, ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. ഈ $10 നിങ്ങൾ ഒരു മാസം ടാർഗറ്റ് ചെയ്താല് നിങ്ങളെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് $300 ആണ്. അപ്പൊ 300 നിങ്ങൾ നേരത്തെ $250 ക്യാപിറ്റൽ ഉള്ളത് ടോട്ടൽ എത്രയായി? $550 എന്തായി ക്യാപിറ്റൽ ഇൻക്രീസ് ആയി രണ്ടാമത്തെ മാസം. മൂന്നാമത്തെ മാസം നിങ്ങൾ ഈ $550 വെച്ചുകൊണ്ട് $20 എന്നാക്കണം ടാർഗറ്റ് ചെയ്യണം. വെറും $20. 550 ഉണ്ട് ക്യാപിറ്റൽ, $20 ആണ് ടാർഗറ്റ് ഉള്ളത്. ആ $20 ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ മന്ത് $600 ആയി. 600 $550 എന്ന് പറഞ്ഞാൽ $1150 3 മാസം കൂടി നിങ്ങളെ ക്യാപിറ്റലായി. ആ സെയിം പാറ്റേൺ നിങ്ങൾ 1 ഇയർ 12 മാസം ഈ ഒരു പ്രോസസ്സിൽ, ഈ 3 മാസത്തെ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയ നെക്സ്റ്റ് 3 മാസത്തിലെ സിസ്റ്റം നമ്മളൊന്നാക്കും ബിൽഡ് ചെയ്ത് കൊടുക്കും. നിങ്ങളിങ്ങനെ ഒരു കൊല്ലം ഇത് വിൻ ചെയ്ത സിസ്റ്റം ആണ്. ഇതാണ് നിങ്ങളിപ്പോ നമ്മളൊക്കെ ഇവിടെ, അതായത് ഇപ്പം ഇറ്റലിയിലാണ് ഈ ട്രേഡിങ്ങിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു കോർ പോയിന്റ്. ഇവിടത്തെ ട്രേഡേഴ്സും ഇവിടത്തെ സിസ്റ്റം നടക്കുന്നത് ഈ രീതിയിലാണ് അവർ നടക്കുന്നത്, ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെയുള്ള കേരളത്തിലുള്ള ഇന്ത്യയിലെ ആൾക്കാർക്കാണ് ഇതിന്റെ ഒരു ഓർഡർ ഫ്ലോ ചെയ്യാത്തത്. അതായത് ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും അതിനൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ എല്ലാരും ചെയ്യുന്ന കാര്യം $1000 എന്നവർ ഒരു $3000 ഒരുമിച്ച് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ഡെയിലി $500 കിട്ടണം. അതിന്റെ പ്രശ്നം എന്താണ്? ആരും എല്ലാ മാർക്കറ്റിൽ 500 അതായത് ഇവർ ചിന്തിക്കും, ഓക്കെ $1000 നമുക്ക് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്നായിക്കൂടെ, ഇത്ര ഡോളർ എന്നേരം ഫസ്റ്റ് എടുത്തോളൂ, എന്തിന് വെറുതെ സമയം കളയുന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ $100 ഈ സിസ്റ്റത്തിൽ പോകുന്ന സമയം ലോസ് വരുമ്പോൾ ചെറിയ ലോസേ വരും. അതായത് എമൗണ്ട് ചെറുങ്ങനെ വരുമ്പോൾ ചെറിയ ലോസേ വരും, വലിയ ലോസ് ആദ്യം തന്നെ വരൂല. ഒരു മനുഷ്യന് ഇനീഷ്യലി, അതായത് എല്ലാവരും ഈ ട്രേഡിങ് നിർത്തുന്നതും ഇവർക്ക് ഇതായി ലോസായി പോകുന്നതിന് പ്രശ്നം, അതായത് അവർക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാത്ത പ്രശ്നം, ആദ്യം തന്നെ ഒരു 5000 10,000 അല്ലെങ്കിൽ ഒരു $1000-2000 കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് ലോസ് വരുമ്പോൾ ഭീമമായ ലോസ് കാണുകയും ചെയ്യും. $200 $300 ഒരു ദിവസം കൊണ്ട് വാഷ് ഔട്ട് ആവുന്നു. ഇത് കാണുമ്പോൾ മനുഷ്യൻ പിന്നെ ഒരാൾ ചെയ്യാൻ നിൽക്കൂല, അത് ഗാംബ്ലിംഗ് ആയി. ഈ 3 മാസം കൊണ്ട് $1150 എന്ന് പറയുന്നത് ചെറിയ പ്രോഫിറ്റ് അല്ല. ആദ്യത്തെ മാസം അവന് $150 പ്രോഫിറ്റ് കിട്ടിയത്. പക്ഷെ മൂന്നാമത്തെ മാസം എന്ന് പറയുന്നത് അത് എന്നായി, അതിന്റെ എത്ര ഇരട്ടിയായി അത്? $1150. ഈ പിറ്റേത്തെ 4ാമത്തെ മാസം മുതൽ ഈ $1150 നിന്ന് അതായത് $150 എന്നാക്കാൻ നിങ്ങൾ ക്യാപിറ്റലിൽ നിന്ന് മാറ്റാം, $1000 ക്യാപിറ്റലിലേക്ക് എന്നാക്കാൻ വെക്കാം. ഈ $1000 വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഡെയിലി $50 ടാർഗറ്റ് ചെയ്താൽ മതി. $1000 ഉണ്ട് കയ്യിൽ, $50 ആണ്. 1 ലക്ഷത്തിനെ കൊണ്ട് വെറും 5000 രൂപയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. $50 നിങ്ങൾ ഒരു മാസത്തേക്ക് ടാർഗറ്റ് ചെയ്താൽ ഡെയിലി $50, ഒരു ട്രേഡിൽ $50 കിട്ടും. ഒരു 1:4 ഒക്കെ ഇപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ സിസ്റ്റം വെച്ചിട്ട് ഒക്കെ 1:1 അടിക്കുന്ന ട്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു $10 കിട്ടും.
അല്ലെങ്കിൽ 1:2 അടിച്ച് കഴിഞ്ഞാൽ ഒരു $20. അപ്പൊ അങ്ങനെയാലും 1:4 വന്ന ഒരു 1:3 ഒക്കെ ഒരു ടാർഗറ്റ് 4 അടിച്ചാൽ $50-55 അടുത്ത് കിട്ടും. $100 ക്യാപിറ്റൽ വെച്ചുകൊണ്ട്. അല്ല നമ്മളിപ്പോ ലോട്ട് വലുതാക്കി എടുക്കാൻ പറ്റും അങ്ങനെയാണോ? ആ ലോട്ട് വലുതാക്കാം. നമ്മള് 1:1 1:2 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ലോട്ട് വലുതാക്കാം. അതായത് എൻട്രി എടുക്കുന്ന സമയം ഇതുവരെ ആരും ഒരു ട്രേഡിംഗ് അറിയുന്ന ഒരാളും സ്ട്രാറ്റജിയും കാര്യങ്ങളും വെച്ചുകൊണ്ട് എൻട്രി എടുത്തപാട് ആരും ലോസിലേക്ക് വന്നിട്ടില്ല. എപ്പോഴാണ് എല്ലാവരും ലോസിലേക്ക് വരുന്നത്? ആദ്യം എല്ലാവരും പറയും അതായത് ഞാൻ ട്രേഡ് നോക്കുന്ന സമയം പ്രോഫിറ്റിലായിരുന്നു, കുറച്ച് നോക്കുന്ന സമയം മാർക്കറ്റ് താഴേക്ക് പോയി SL അടിച്ചു, $20 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, $30 പ്രോഫിറ്റിലായിരുന്നു ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ SL അടിച്ചു. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അതായത് നമുക്ക് വരുന്ന പ്രോഫിറ്റിനെ സെക്യൂർ ചെയ്ത് പോകണം. നമുക്ക് TP1 TP2 TP3 തന്നെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ TP1 മാർക്കറ്റ് എത്തിയപ്പോൾ TP2 എത്തിയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. അപ്പൊ ഇവിടെ നിന്ന് TP2 ഉള്ളത് 1.71 70 എത്തിക്കഴിഞ്ഞാൽ എന്താകണം? അവിടെ ക്ലോസിങ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നായി TP2 വരില്ലത് എന്നായി പ്രോഫിറ്റ് കിട്ടി. മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി? കുഴപ്പമില്ല, അവിടെ ക്ലോസ് ആവും മാർക്കറ്റ്. നിങ്ങൾക്ക് ആ TP2 പ്രോഫിറ്റ് അവിടെ സേഫായി. ഇനിയിപ്പോ TP2 മേലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ 71 താവാത്ത മേലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഓക്കെ TP3 എത്തി അവിടം വരെ പ്രോഫിറ്റ് കിട്ടി. അപ്പൊ അങ്ങനെ വേണം നമ്മൾ. അതായത് വെച്ചാൽ ഇപ്പൊ $1000 വെച്ചിട്ട് $50 ജനറേറ്റ് ഇപ്പൊ ഒരു ഓക്കെ $50 ഇനി ഒറ്റ ട്രേഡിൽ കിട്ടുന്നില്ല എന്ന് കൂട്ടാം. 2 ട്രേഡിൽ 3 ട്രേഡിൽ കംപ്ലീറ്റ് ആക്കിയാ പോരെ? അല്ലെങ്കിൽ ഒരു ട്രേഡിൽ കിട്ടിയാൽ തന്നെ അത് അവിടെ നിർത്തിയാൽ പോരെ $50 എന്നുള്ളത്? അപ്പൊ അങ്ങനെ ഒരു മാസം നിങ്ങൾ 50 ട്രേഡ്, അതായത് $50 ഒരു മാസം ജനറേറ്റ് $1500 ആയി പിറ്റേത്തെ മാസം, 4ാമത്തെ മാസം. അപ്പം ഇതും ആരും ഒന്നാക്കുന്നില്ല, ഈ എക്സിക്യൂഷൻ ആരും ചെയ്യുന്നില്ല. അതാണ്. അതായത് നിങ്ങൾ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഓക്കെ ഈ ഒരു എക്സിക്യൂഷൻ നിങ്ങൾ തന്നെ പറയാം, അത് ആരെങ്കിലും ചിന്തിക്കുന്നതിന് ഉണ്ടാവില്ല ഇങ്ങനെ കിട്ടുമോ? ആൾക്കാർ ചിന്തിക്കുന്നത് എത്രയാണ്? ഇപ്പൊ $1000 ഒരു $200 $300 $400 നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇതിന് സമയം കളയുന്നതാണ്. ഞാൻ നോക്കി നമ്മൾ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ സേഫായിട്ട് കാര്യങ്ങൾ സെക്യൂർ, അതായത് നമ്മളിപ്പോ ഓക്കെ ആദ്യത്തെ മാസം നമ്മൾ പറഞ്ഞത് നമുക്ക് കിട്ടിയത് എത്രയാണ്? $150. പക്ഷെ 4ാമത്തെ മാസം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? $1500. ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആവണം. ക്യാപിറ്റൽ എല്ലാവർക്കും ഉള്ള മിസ്റ്റേക്ക്, ക്യാപിറ്റൽ സേഫ് ആവാണ്ട് ഉള്ള പ്രശ്നമാണ് എല്ലാവർക്കും ഉള്ളത്. അതായത് ഞാൻ എപ്പോഴും പറയില്ല, അതായത് ഇപ്പം ഓക്കെ നമുക്ക് ഓക്കെ ഞാൻ 4ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് $150 എന്നായി, അതായത് ഏകദേശം 10,000-15,000 നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് കിട്ടി. നിങ്ങളെ ചെലവും കാര്യത്തിന് വരാൻ തുടങ്ങി. പിറ്റേത്തെ മാസം ഓക്കെ പിറ്റേത്തെ മാസം ഇപ്പൊ ഇവിടെ നടന്നത് എന്താണ്? 3 മാസം കൊണ്ടാണ് നിങ്ങളെ ക്യാപിറ്റൽ മെല്ലെ ഇൻക്രീസ് ആയി വന്നത്. ഓക്കെ അടുത്ത മാസം $150, അതായത് $1000 വെച്ചിട്ട് നിങ്ങൾ $1500 ഒരു മാസം ജനറേറ്റ് ആയി. അപ്പൊ ടോട്ടൽ നിങ്ങളെ ക്യാപിറ്റൽ എത്രയായി? $2500 ആയി 4ാമത്തെ മാസം. അതല്ല, ഈ $2500 നിന്നാക്കാം $500 സേവിങ്സിലേക്ക് വെക്കുക, നിങ്ങൾക്ക് ഉപയോഗിക്കാം, എടുക്കാം. നിങ്ങളെ ചെലവ് ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ എടുക്കുക. $2000 ക്യാപിറ്റൽ ഉണ്ട്, ബാക്കി അതവിടെ വെക്കണം. നിങ്ങൾക്ക് 4ാമത്തെ മാസം കിട്ടിയ $150 സേവിങ്സ് കിട്ടിയത് ചെലവാക്കാൻ. പിറ്റേത്തെ മാസം ആയി $500 നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയി കിട്ടി. ഈ $2000 വെച്ചിട്ട് നിങ്ങൾ $100 ടാർഗറ്റ് ചെയ്തോളൂ. 2 ലക്ഷം വെച്ചിട്ട് എന്നാക്കാ 20,000 ടാർഗറ്റ് ചെയ്യുക. $100 അതായത് $100, അതായത് $100 നിങ്ങൾ ടാർഗറ്റ് ചെയ്താൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ $3000 6ാമത്തെ മാസം പ്രോഫിറ്റ്. $6000 നിങ്ങൾക്ക് അതായത് 3ാമത്തെ മാസം $3000 പ്രോഫിറ്റാ 6ാമത്തെ മാസം. ആ $3000 നിങ്ങളെ കയ്യില് 2000 ക്യാപിറ്റലും $5000 ആയി. 6ാമത്തെ മാസം നിങ്ങൾക്ക് $5000 നിങ്ങളെ നെറ്റ് പ്രോഫിറ്റിലാ. ഈ രീതിയിലാണ് ട്രേഡിങ് ചെയ്ത് സക്സസ് ആകാൻ പറ്റും. അല്ലാത്ത ഒരു രീതിയിലും ഒരാൾക്കും സക്സസ് ആകാൻ പറ്റൂല. $5000 പ്രോഫിറ്റ് ആയി നിങ്ങൾക്ക് അതിൽ നിന്ന് ആ മാസം $1000 എന്നാക്കാ നിങ്ങൾക്ക് എടുക്കാം.
$1000 എടുത്ത ബാക്കി $4000. 7ാമത്തെ മാസം നിങ്ങൾ $4000 ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെയിലി $200 ടാർഗറ്റ് ചെയ്യാം. 4000 വെച്ചുകൊണ്ട് $200 ടാർഗറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പറ്റാട്ടൊന്നുമില്ല, സിമ്പിളാ. റിസ്ക് കുറഞ്ഞ പരിപാടിയാണ് ഇപ്പൊ പറഞ്ഞ പ്രൊസീജിയർ. ഏറ്റവും റിസ്ക് കുറഞ്ഞ പരിപാടി. ഞാനിപ്പോ $5000 ചെയ്യുന്നത്. $5000 വെച്ച് സുഖമായിട്ട് ഞാൻ ചെയ്യലുണ്ട് ഇപ്പൊ. ഞങ്ങളെ സ്ട്രാറ്റജി റെഡിക്കും $25 മതി. പക്ഷെ $100 മേലെ $200 ഒക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഞാനൊരു $550. ഈ രീതിയിൽ പ്രൊസീജിയർ വന്നാൽ ഇപ്പൊ അതായത് $5000 വെച്ചോണ്ട് $200 ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ചില്ലറ പൈസയല്ല. $6000 ഒരു മാസത്തെ പ്രോഫിറ്റ് എടുത്ത്. 7ാമത്തെ മാസം $6000 പ്രോഫിറ്റ്. നിങ്ങളെ ക്യാപിറ്റലുള്ള $5000 എന്ന് പറഞ്ഞാൽ എത്രയായി? 11,000 നിങ്ങൾക്ക് 7ാമത്തെ മാസം നിങ്ങളെ ക്യാപിറ്റല്ല. 8ാമത്തെ മാസം നിങ്ങൾക്ക് $2000 നിങ്ങൾക്ക് എടുക്കാം. $9,000 ക്യാപിറ്റൽ വെക്കണം. 9,000 വെച്ചിട്ട് നിങ്ങൾ $300 നിങ്ങൾ എന്നാക്കാ ടാർഗറ്റിന് പോവാ. അത് ജനറേറ്റ് ആയി 9ാമത്തെ മാസം. അങ്ങനെ 12 മാസം എന്ന് പറയുമ്പോൾ ചില്ലറ പൈസയല്ല ക്യാപിറ്റല്. ആ ഒരു കൊല്ലത്തെ ആ ഒരു സിസ്റ്റം കഴിഞ്ഞാൽ പിറ്റേത്തെ കൊല്ലം മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ എത്രയാണ്? ഏകദേശം $15,000 എടുത്ത് നിങ്ങൾ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ഉണ്ടാവും 2ാമത്തെ വർഷം മുതൽ. ചില്ലറ ക്യാപിറ്റൽ അല്ല. അതായത് നിങ്ങൾ $100 തുടങ്ങിയ വ്യക്തി 2ാമത്തെ കൊല്ലം മുതൽ $15,000 എന്നാണ് ക്യാപിറ്റലാ. അല്ല, ഇങ്ങനെ മാത്രം സക്സസ് ആകാൻ പറ്റും. ഇങ്ങനെ ഇപ്പം സെബിയുടെ കണക്കനുസരിച്ച് 95%, 98% ആൾക്കാരും ലോസിലാണ് എന്നാണ് സെബി കാണിക്കുന്നത്. ലോസ് ബാക്കിയില് 2% ആൾക്കാർ ചെയ്യുന്ന സിസ്റ്റം ഇതാണ്. ഒരു കൊല്ലം എനിക്ക് നഷ്ടപ്പെട്ടു കുറച്ച്. അതായത് ആരും ഒരു കൊല്ലം കൊണ്ടല്ല നന്നായിട്ടുള്ളത് ഒരാളിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങളിപ്പോ ഫണ്ടഡ് അക്കൗണ്ട് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഞാൻ പൊതുവെ ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യലില്ല. അതിന്റെ റീസൺ ഉണ്ട്, പല റീസണും ഉണ്ട്. അതായത് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്ന സിസ്റ്റം ഒരാൾ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് തുല്യമാണ്. അതായത് അവരുടെ കണ്ടീഷൻ, അവരുടെ റൂൾസ് റെഗുലേഷൻ, അതായത് നമുക്കൊരു എപ്പോഴും മനസ്സിന്റെ ഉള്ളിലൊരു ഇതാണ്. അതായത് ഇത്ര ഇത് വന്നാൽ ഇത് അക്കൗണ്ട് പൂട്ടിപ്പോകുവോ, കാര്യങ്ങളാവുമോ? അത് എത്ര ഇല്ലാന്ന് പറഞ്ഞാലും അതായത് നിങ്ങൾ ജനറേറ്റ് ആക്കി വെച്ചൊരു പ്രോഫിറ്റ് ഉണ്ടാവും. ഒരൊറ്റ മിസ്റ്റേക്ക് മതി, ഒരു സിംഗിൾ ഇത് വന്നു കഴിഞ്ഞാൽ, ഒരു ക്രാഷോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാല് അവിടെ പല ഫണ്ടഡ് അക്കൗണ്ടിൽ SL വെച്ച് കഴിഞ്ഞാലും അതായത് നടക്കുന്ന കാര്യമാണ്. നിങ്ങളൊരു $5,000 $10,000 ഒക്കെ നിങ്ങളിപ്പോ $5,000 ഫണ്ടഡ് അക്കൗണ്ടിൽ $10,000 നിങ്ങൾ പ്രോഫിറ്റ് ആക്കിന്ന് കൂട്ടാം. ആ കാര്യം അവിടെയുള്ള, അതായത് ഞാനാ നിങ്ങളെ ഫണ്ടഡ് അക്കൗണ്ടിന്റെ ടീമൊക്കെ എനിക്കത് കാണാൻ പറ്റും. അത് നിങ്ങൾ പേ ഔട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഇവർ ഈ 1 വീക്ക് പേ ഔട്ട് കാര്യങ്ങൾ ഡിലേ വരുത്തുന്നത് ഓരോ ഫണ്ടഡ് അക്കൗണ്ടും? അതായത് അവർക്ക് വേണ്ടത് ട്രേഡ് ലൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ്. അവർക്ക് വേണ്ടത് ലൂസേഴ്സിനെയാണ്. അവർക്ക് ചെയ്യുന്ന അവർക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യൂല. അവർക്കത് എന്തും ചെയ്യാം. അതായത് ഈ $100, $50 അല്ലെങ്കിൽ $500 ഒന്നും എടുക്കുന്നവർ മൈൻഡ് ആക്കൂല. അപ്പൊ അവർക്ക് ലൂസേഴ്സിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ $5,000 ഫണ്ടഡ് അക്കൗണ്ട് എത്രയാണ് കൊടുത്തത് പാസ്സാകാൻ? $100? $37. $37. ഏതാണ്? ഫണ്ടിങ് ടിപ്സ് ആണോ? അല്ലല്ല, 5 years ഉണ്ട്. അത് അത്യാവശ്യം 5 years ഉണ്ട്. അപ്പം ഇതാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഫണ്ടഡ് അക്കൗണ്ടുകൾ ഉള്ളത് കൊണ്ട് അതിൽ മാക്സിമം കിട്ടുന്ന പേ ഔട്ട് റെഡിയാക്കി വെച്ചിട്ട് അത് നേരെ എന്നാക്കുക, ഒരു ബ്രോക്കറിലേക്ക് ബ്രോക്കർ അത് വെച്ച് തുടങ്ങുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് ഇപ്പൊ ഒരു പേ ഔട്ട് കിട്ടുന്നുണ്ടാവും. ആ പേ ഔട്ട് ഇപ്പം തന്നെ എന്നാക്കുക, നെക്സ്റ്റ് ഒരു ബ്രോക്കറിലേക്ക് ആ എമൗണ്ട് $100 $100 ഇത് എത്രയാണ് കിട്ടുന്നത് അതിലൊരു എമൗണ്ട് ഇപ്പുറം സേവ് ആക്കിയിട്ട് ഇപ്പുറം തുടങ്ങാം.
അതെ അതെ അങ്ങനെ വെറും ചെയ്യുന്ന ഫണ്ടഡ് വെറും ഫണ്ടഡ് അക്കൗണ്ടിന് ഇതായിരിക്കും വെച്ചാല് പല ആൾ ഞാൻ കണ്ടെടുത്തോളം ഈ ഫണ്ടഡ് അക്കൗണ്ടിൽ കളിച്ച് എന്നാ വെച്ചാൽ ഇപ്പൊ ഒരു $5,000 $10,000 ഇത് വന്നു കഴിഞ്ഞാൽ പേ ഔട്ട് കിട്ടൂല എന്ന് പറഞ്ഞാൽ 100% കിട്ടൂല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഫണ്ടഡ് അക്കൗണ്ട് പരമാവധി ഇപ്പൊ ഓൾറെഡി നിങ്ങൾ എടുത്തത് കൊണ്ട് ഇതാകണ്ട, അത് പരമാവധി എന്നാക്കാം, അതിൽ നിന്ന് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കിയിട്ട് മാക്സിമം അത് മെല്ലെ എന്നാക്കാം, അത് ഒഴിവാക്കാം. മാക്സിമം എത്രയാണ് ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന സേവ് ആക്കി ഇപ്പുറം വെച്ചുകൊണ്ട് ആ എമൗണ്ട് ഇപ്പുറത്തെ ക്യാപിറ്റൽ ഇട്ടുണ്ടാക്കാം, ഇപ്പുറം തുടങ്ങാം. അതല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾ ഇതാവലോട് കൂടി ക്ലോസ് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർ അവിടെ സ്റ്റോപ്പ് ആവും കാര്യങ്ങൾ. ഞാനിത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഫണ്ടഡ് അക്കൗണ്ടിന് കിട്ടുന്ന എമൗണ്ട് വെച്ച് ലൈവ് അക്കൗണ്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യണം. അത് ഫണ്ടഡ് അക്കൗണ്ട് കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇപ്പൊ ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ഇപ്പഴും ട്രേഡ് എടുക്കണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ആ രീതിയിൽ തന്നെ സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുപോകണം. മറ്റേന്ന് വെച്ചാല് അത് ഇങ്ങനത്തെ സിസ്റ്റം കീപ്പ് ചെയ്ത്, അതായത് ഇപ്പൊ വലിയ കുറെ ട്രേഡേഴ്സ് ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ എടുക്കുന്നുണ്ട്. അവര് ഫണ്ടഡ് അക്കൗണ്ട് രണ്ടാമത്തെ സ്റ്റേജിൽ വെറുതെ ഒരു ഡു ഓർ ഡേയിൽ കളിക്കുന്നതാണ്. അതായത് ഇപ്പുറം അവർ ഓൾറെഡി ഓൺ അക്കൗണ്ടിൽ അവർ പ്രോഫിറ്റബിൾ ആയിരിക്കും, സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു $1,000 കിട്ടിട്ട് എന്നാക്കും, ഒരു 1 lakh ഫണ്ടഡ് അക്കൗണ്ട് അങ്ങോട്ട് എടുക്കും. അപ്പം അതിൽ ചെയ്യുന്ന സാധനം തന്നെ ഇതിലും ചെയ്യും. അത് കിട്ടട്ടെ ആ രീതിയിൽ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ്. പക്ഷെ പല ആൾക്കാർ ഞാൻ കണ്ടെടുത്തോളം പല ആൾക്കാർ ആദ്യം ഫണ്ടഡ് അക്കൗണ്ട് ഓപ്പൺ ആക്കും, എന്നിട്ട് മറ്റേലേക്ക് പോവാന്നുള്ള നോക്കും. അപ്പൊ അതാണ് പല ആൾക്കാർ. അപ്പൊ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ ഈ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ ടൂളിലേക്കുള്ള വെച്ചാൽ നിങ്ങൾക്കൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളുണ്ട്. അപ്പൊ പല ആൾക്കാർ ഇപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാല് അത് ഒന്നും കൂടി നിങ്ങൾക്ക്, അതായത് എപ്പോഴും അതായത് പറഞ്ഞാൽ ടെക്നോളജി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. മാർക്കറ്റിലുള്ള എല്ലാ അതായത് വെച്ചാൽ അപ്ഡേറ്റുകൾ നമ്മൾ എപ്പോഴും അംഗീകരിച്ചിട്ട് യൂസ് ചെയ്ത് തന്നെ കാര്യങ്ങൾ പഠിക്കണം. വെച്ചാൽ എപ്പോഴും ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു എൻട്രിയും കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് നിങ്ങളെപ്പോഴും സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കേണ്ടി വരും. നോർമലി ആണെങ്കിൽ ഒരു എൻട്രി കിട്ടണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തില് നോട്ടിഫിക്കേഷൻ നമ്മൾ ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ കൊണ്ടുവരും, അപ്ഡേഷനിൽ വരും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് എന്തും ചെയ്യാം. അതായത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും ഇതിനൊക്കെ കാര്യങ്ങളിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നിലവിൽ നമുക്ക് ഇപ്പം എല്ലാവർക്കും യൂസബിൾ എന്ന രീതിയിലാണ്. അതായത് നോട്ടിഫിക്കേഷൻ എന്നെല്ലാം പറഞ്ഞാൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം ട്രാക്ക് കയറി അറിയുന്നവർക്ക് നോട്ടിഫിക്കേഷൻ ആദ്യം കുറച്ചൊക്കെ അവർ മാർക്കറ്റ് ഓക്കെ ഇതിപ്പോ എന്ന് പറഞ്ഞാല് അവർ 95% പണി കുറഞ്ഞു. എന്താ സംഭവം അറിയോ, നമ്മളിപ്പോ ഇത് ഫുൾ ടൈം കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ആൾക്കാർ, നമ്മൾ ആൾക്കാരെ മനസ്സിലായി. അതായത് ഇതിലിപ്പം അതായത് നിങ്ങളിപ്പം ഓക്കെ എനി ടൈം നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇപ്പം ട്രേഡിംഗ് മൊബൈൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ടൂൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇപ്പം ലാപ്പിൽ കാണിച്ചു തരുന്നേ ഉള്ളൂ. മൊബൈൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എനി ടൈം അതെന്നാവും ടൂള് മൊബൈൽ വന്ന ആ സമയം ഓക്കെ, ആ ഒരു സമയം ഒരു എൻട്രി കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ എടുക്കുക, അവിടെ എൻട്രി എടുത്താൽ മതി. ആ സമയം കൺഫർമേഷൻ എടുക്കേണ്ടി വരും. അതായത് ഇപ്പം അതായത് ഈ നമ്മളിപ്പോൾ ഈ ടൂള് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് ഒരാൾ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. അതായത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആൽഗോ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക, ഒന്ന് വാച്ച് ചെയ്യുക, കാര്യങ്ങൾ ഒരു ഫ്രീ ടൈം 10 മിനിറ്റ് നോക്കാം അപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ. അതായത് പല ആൾക്കാരും അതായത് പറയും, അതായത് നിങ്ങൾക്കും അറിയാം ന്യൂയോർക്ക് ടൈം നല്ല ഇതായിരിക്കും, ഓരോ ടൈമിങ്ങിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളത്. അല്ല ഇത് ന്യൂസ് ട്രേഡ് സമയത്ത് നിങ്ങൾ വർക്ക് ആക്കുന്നുള്ളത് ന്യൂസ് ടൈമിന് വർക്ക് തന്നെയാണ്. ന്യൂസ് ടൈമിന് അതായത് ഇപ്പൊ ഇവിടെ കണ്ടോ, അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് XRPയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒന്നായി മാർക്കറ്റ് പെട്ടെന്ന് ഫുള്ളി നല്ല സ്ട്രോങ് ബുള്ളിഷിലേക്ക് വന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചു TP1 എത്തിയെടുത്ത് നന്നായി മാർക്കറ്റ് ഒരു ചെറിയ റിവേഴ്സൽ ഇവിടുന്ന് പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ഏതിലാണ് നമ്മളെ ഇന്നത്തെ ന്യൂസ് എഫക്റ്റ് എത്ര ഇന്ന് വൈകുന്നേരം ആയിരിക്കും. ന്യൂസിന്റെ തന്നെയായിരിക്കും ഈ സാധനം കാണുന്നത്. ഇവിടെ നല്ലൊരു ഇതുണ്ടാ $100 അടിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് എൻട്രി വന്നിട്ടുമുണ്ട്. ഈ ഒരു ബ്ലൂ മാർക്ക് ഇവിടെ എൻട്രി ഉണ്ടായത് തന്നെയാണ്. ഇവിടെ നല്ലൊരു എൻട്രി വന്നിട്ടുണ്ട്, BTC കാണുന്നുണ്ട്. അത് എത്രയാണ് ഇവിടെ ബ്രേക്ക് കാണിക്കുന്നുണ്ട്, റൈസപ്പ് കാണിക്കുന്നുണ്ട്.
ഏകദേശം വോളിയം നല്ല വോളിയത്തിൽ തന്നെ കയറിയിട്ടുണ്ടത്. ആ അപ്പൊ അത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് അതായത് പറഞ്ഞാൽ നിങ്ങളിപ്പോ മാനുവലി എടുക്കുന്ന കാര്യം നമുക്ക് ഇവിടെ അതാണ് വെച്ചാൽ ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതായത് ഇത് കംപ്ലീറ്റ്ലി എന്തല്ല അതൊരു എന്താ പറയാ ഒരു ഇതിലല്ല ഈ അൽഗ വർക്ക് ചെയ്യുന്നത്, ഹ്യൂമൻ ബ്രെയിൻ തന്നെയാണ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളത്. ആ അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഡിസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഇതാ ഇവിടെ ഇപ്പൊ ഓക്കെ ഇവിടെ ഇത് കേറുന്നുണ്ട്, പമ്പിങ് ഉണ്ട് ലൈവായിട്ട് തന്നെ. നമ്മൾ ഈ ടി പി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. നമുക്കിപ്പോ ഫസ്റ്റ് എൻട്രി വരുമ്പം തന്നെ നമ്മൾ ടി പി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ സെറ്റ് ചെയ്യണ്ടേ? സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബൈനാൻസിലൊക്കെ പറ്റും ചെയ്യാൻ. ഗോൾഡിൽ ചെയ്യാൻ പറ്റും. ഏത് ഗോൾഡ് സെറ്റ് ആ ചെയ്യാൻ ഗോൾഡ് ചെയ്യാലോ, ഗോൾഡിലൊക്കെ ചെയ്യാലോ, പറ്റും. എല്ലാത്തിലും ചെയ്യാം. അതൊക്കെ നമുക്ക് എല്ലാത്തിനും ചെയ്യാൻ പറ്റും. ആ അതെപ്പോഴും ആ രീതിയിൽ തന്നെ, അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും, പഠിപ്പിച്ചു തരും, കുഴപ്പമൊന്നുമില്ല. അത് അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഭയങ്കര കോംപ്ലിക്കേഷൻ ഇല്ലാത്ത കാര്യങ്ങളാന്നൊക്കെ. നമുക്ക് ഡോഡ്ജ് നോക്കി കഴിഞ്ഞാൽ ഡോഡ്ജിൽ ഇപ്പോൾ ഒരു പമ്പിങ് ഉണ്ട്. ഓക്കെ ഇപ്പോൾ ഡോഡ്ജിലൊരു എൻട്രി കയറിയിട്ടുണ്ട്, ഡോഡ്ജിലൊക്കെ എൻട്രി വന്നിട്ടുണ്ട്. ഇതൊക്കെ കൺഫർമേഷൻ എൻട്രി ആണ്, മെയിനായിട്ട് ഇതെല്ലാം കൺഫേംഡ് എൻട്രി ആണ് ഡോഡ്ജിൽ. MACD ആണ് നോക്കുന്നത്. ഇത് ഡോഡ്ജാണ് ഇത്. വോളിയം ഇപ്പൊ ഗോൾഡിലാ. ഗോൾഡില് ഗോൾഡിൽ ഇപ്പം അതായത് ബുള്ളിഷിന്റെ നോക്കണ്ട, അതായത് ഒരു കൺഫർമേഷൻ ഇപ്പോൾ ഒരു ബിയറിഷ് കീലാണ് ഉള്ളത്, കൺഫർമേഷന് അതായത് വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കറന്റ് മാർക്കറ്റിൽ ബുള്ളിഷും ബിയറിഷിലാണ് നിൽക്കുന്നത്. ഈ കറന്റ് മാർക്കറ്റ് നമുക്ക് എന്താക്കണം, എടുത്തേക്കാണ് ഉള്ളത് അവിടത്തേക്ക് ഫുള്ളി വരണം. കറന്റ് മാർക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പം ബിയറിഷിലാണ് നമുക്ക് ഓൾമോസ്റ്റ് ഉള്ളത്. അപ്പൊ കറന്റ് മാർക്കറ്റ് ഇവിടെ മാറും. ഇതിപ്പോ ഇവിടുന്ന് എൻട്രി കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ബിയറിഷിലേക്ക് തന്നെയാണ് ഓൾമോസ്റ്റ് കാണുന്നത്. ഇപ്പൊ എന്തായാലും കറന്റ് മാർക്കറ്റ് നമുക്കത് മാറും. ഓൾമോസ്റ്റ് ഒരു ബിയറിഷ് തന്നെയാണ് കാണുന്നത്. നമുക്കൊരു കൺഫർമേഷന് വെയിറ്റ് ചെയ്യണം. സെല്ല് നടത്തല്ലേ? യെസ്, അത് നമ്മളല്ലേ അതായത് കൺഫർമേഷൻ. ഇപ്പൊ എല്ലാ മാർക്കറ്റും നമുക്ക് ജസ്റ്റ് അതായത് പറഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ഇപ്പൊ റേഷ്യോ ഇപ്പം ഈ രീതിയിൽ നമുക്ക് ഇത്രയും പണിയുള്ളൂ. അതായത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ആക്കാനില്ല. ഇതൊക്കെയാന്ന് പറയുന്നത്, ഇതിൽ കാണുന്നതൊക്കെയാണ് സ്ട്രാറ്റജീസ് തന്നെയാണ്. നമ്മൾ മാനുവലി ചെയ്യേണ്ട സ്ട്രാറ്റജീസ് തന്നെയാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നന്നായിട്ട് വരുന്നത്. ഇത് സപ്പോർട്ട് റെസിസ്റ്റന്റ് ആണ് നോക്കുന്നത്. അല്ലല്ല ഇത് അതിന്റെ ഒരു വോളിയത്തിന്റെ സാധനമാണ്. ഓരോ ഇതിന്റെ വോളിയത്തിന്റെ സെറ്റപ്പാണ്. ഓരോ എൻട്രിയുടെയും കാര്യങ്ങളുടെ ഇതാണത്, ബാക്ക് എൻഡ് ആണത്. അപ്പൊ ഇതാണിപ്പോ ഇങ്ങനെയാണിപ്പോ കാര്യങ്ങളുടെ ഒരു മൊത്തം കാര്യങ്ങൾ. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും, എങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം എന്നുള്ളത്. ഏതാ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് വെച്ചാല് നമ്മളിപ്പോ നമുക്ക് MT5 നമ്മൾ ഓൾറെഡി ടൂളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തോണ്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് അൾട്ടിമേറ്റ് ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂയിലേക്ക് ആക്സസ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇതിലേക്ക് നമുക്ക് ആക്സസ് തരാന്ന് വെച്ചാൽ ലോകത്ത് ഇപ്പം ആകെ ഒരൊറ്റ പ്ലാറ്റ്ഫോം, ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒന്നേ ഉള്ളൂ ലോകത്ത്. അതിൽ കയറി നമുക്ക് വെറുതെ ഒരു ടൂളിനെ കൊടുത്ത് ആൾക്കാർ ഇത് ചെയ്യാൻ പറ്റൂല. വെച്ചാൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് വ്യൂവിനാണ് നെഗറ്റിവിറ്റി വരുന്നത്. അതായത് നമ്മളൊരു കാരണത്താൽ ട്രേഡിംഗ് വ്യൂ നെഗറ്റിവിറ്റി എടുക്കാൻ എന്നാക്കൂല, അവർ നിൽക്കൂല. ഏത് നമുക്ക് ഇതിന് പ്രീമിയത്തിന്റെ ആവശ്യമില്ല. ഞാൻ അതാ പറഞ്ഞത്, നമ്മളെ ടൂള് ഇതിന്റെ ബാക്ക് എൻഡിൽ ട്രേഡിംഗ് വ്യൂക്ക് ഇതിന്റെ ഡാറ്റാ സോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ട്രേഡിംഗ് വ്യൂ കൊടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് നിങ്ങളിലേക്ക് ഇൻവൈറ്റ് സ്ക്രിപ്റ്റ് ആണുള്ളത്. നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ നിങ്ങളെ ട്രേഡിംഗ് വ്യൂവിന്റെ എന്നാക്കിയാൽ മതി, ഒരു പുതിയ പാസ്വേഡ് കാര്യങ്ങൾ ക്രിയേറ്റ് ആക്കാം. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഇമെയിൽ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും, പേഴ്സണൽ ഇമെയിലിൽ. അപ്പോൾ പേഴ്സണൽ ഇമെയിൽ നമ്മൾ ഇതാക്കൂല, നിങ്ങൾ ഓൾറെഡി എന്നാക്കുക പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ആക്കിയിട്ട് അത് വെച്ച് ട്രേഡിംഗ് വ്യൂ ഒന്ന് ലോഗിൻ ചെയ്യാം. അതിന്റെ ഓൾറെഡി ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യല്.
ഓക്കെ. അല്ല ഇല്ല, അത് കുഴപ്പമില്ല. അതിന്റെ എന്നാക്കിയാൽ മതി. ഈ പുതിയതിന്റെ പാസ്വേഡും കാര്യങ്ങളും നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് എൻഡ് നമ്മുടെ ടീം എന്താക്കി തരും, സെറ്റ് ചെയ്ത് തരും. ഇതേപോലെ ആ ആക്കിയിട്ടില്ല. ഇതേപോലെ അത് വൺ ടൈം സെറ്റ് ചെയ്ത് തന്നാൽ പിന്നെ അത് പോവും ചെയ്യില്ല, ലൈഫ് ടൈമിലേക്കാണ്. ഹാങ് ആവില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, ഇത് ലൈഫ് ടൈമിലേക്കാണ്. വെച്ചാല് ഇതിന്റെ സോഴ്സ് കോഡ്, ഇതിന്റെ മൊത്തം ആക്സസ് ട്രേഡിംഗ് മൂവിന്റെ കയ്യിലാണ് ഉള്ളത്. നമ്മളെ ടൂളിന്റെ 95% ആക്സസ് അവർക്ക് കൊടുക്കണം. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഇൻവൈറ്റ് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്ക് ഇൻവൈറ്റിംഗ് ആക്സസ് മാത്രമേ ഉള്ളൂ. അഡ്മിൻ ആക്സസ് ട്രേഡിംഗ് മൂവിന്റെ കയ്യിലാണ് ഉള്ളത്. അത് അവരുടെ പോളിസിയിലുള്ളതാണ്. വെച്ചാൽ അവർക്ക് അവരുടെ സേഫ്റ്റി ആണ് അവർ നോക്കുന്നത്. വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ അവർ നിർബന്ധമാണ്. ചിലപ്പം കുറെ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ ടൂൾ ഇതെല്ലാം ഇറക്കിയിട്ട് അവർ അതിന്റെ ബാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതും ട്രേഡിംഗ് വ്യൂവിനാണ് ചീത്തപ്പേര്. അപ്പൊ അത് അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ട്രേഡിംഗ് വ്യൂവിന്റെ. അല്ല, ആൽഗോ ഇപ്പൊ ഒരുവിധം എല്ലാത്തിലും കാണാം, അതാണ് ചോദിക്കുന്നത്. ആൽഗോ ട്രേഡിംഗ് ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്യുന്നത് കാണാം, അതാണ്. ഈ അൽഗോ ട്രേഡിംഗ് ഇത് അൽഗോ അല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അൽഗോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രേഡിംഗ് എന്നാണ്. ഇത് ഫുൾ ബോട്ടിന്. ഇത് ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് നമ്മളിപ്പോ ഒരാളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ എന്തിനാണ് സ്റ്റാഫിനെ വെക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. അതിന്റെ ലാസ്റ്റ് ഫൈനൽ റിപ്പോർട്ട് മാത്രമാണ് ഓണറിന്റെ അടുത്തേക്ക് എത്തുന്നത്, കാര്യങ്ങൾ എത്തുന്നത്. അത് ഈ ഒരു സിസ്റ്റമാണ്. ഇതില് നമ്മളിപ്പം ഇതിന്റെ പിന്നിൽ കുറെ ആൾക്കാർ, കുറെ അൽഗോ നമ്മൾ ബോട്ട്സിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. ഒരു ടീം മാർക്കറ്റിൽ ന്യൂസ് ആയിരിക്കും വാച്ച് ചെയ്യുന്നത്, ഒരു ടീം മാർക്കറ്റ് എന്താണ് നടക്കുന്നത്, ഒരു ടീമിന്റെ സ്ട്രാറ്റജി ആയിരിക്കും. അങ്ങനെ ഒരു ടീം വർക്കിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അത് മുന്നിൽ നമ്മൾ ഇങ്ങനെ കാണുന്ന സമയം ഏകദേശം ഒരു കുറെ ഇതിന്റെ ബാക്ക് എൻഡിൽ കുറെ ടീം വർക്ക് നടന്നുകൊണ്ടിരിക്കുക 24/7. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫ്രണ്ട് എൻഡിൽ വരുന്നത്. നിങ്ങളിപ്പോ മാനുവലി ചെയ്യുമ്പോൾ നിങ്ങൾ ന്യൂസ് നോക്കണം, കാര്യങ്ങൾ നോക്കണം. ഇതൊക്കെയോ നിങ്ങളൊക്കെ കാര്യങ്ങൾ നോക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും, എനിക്കറിയാം. സ്ട്രാറ്റജി വെച്ച് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി സക്സസ് ആവുമല്ലോ. തന്നെയാണ് വെച്ചാൽ നിങ്ങൾക്കിപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഏകദേശം, അതായത് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പം എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഇപ്പം ഇതിനറിയാത്തൊരു സ്ട്രാറ്റജി ആയിപ്പോ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളിപ്പോ ഒരു സ്ട്രാറ്റജി നിങ്ങളെ കയ്യിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ഇത് ആ ഒരു എൻട്രി ഇത് തന്നിട്ടുണ്ടാവും. നിങ്ങളിപ്പോ ഏതെങ്കിലും ഗോൾഡിൽ നിന്നെങ്കിൽ ഏതെങ്കിലും സ്ട്രാറ്റജി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നേറ്റം നിങ്ങൾ ഏതെങ്കിലും മാർക്ക് അത് ഓൾറെഡി ഇവിടെ പാസ്സായിട്ടുണ്ടാവും. എനിക്കിന്ന് 4700 ബൈയിങ് ഉണ്ടായിരുന്നു. അതായത് 4705 4605 അല്ല 705 എവിടെയാണത്? ഏകദേശം 705 705 അല്ല 710 എനിക്ക് നമ്മളെ സ്ട്രാറ്റജി ഏകദേശം ഇവിടുന്നാണത് 710 എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമുക്ക് എൻട്രി വന്നതാണ്. 1:4 ഒക്കെ കംപ്ലീറ്റ് ആയ ഒരു എൻട്രി ആണ് ഇത്. അവിടുന്ന് എനിക്ക് ആ എൻട്രി കിട്ടിയിട്ടുണ്ട്. ഈ ബ്ലൂ മാർക്ക് കണ്ട എൻട്രിയുടെ മാർക്കാണ്. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അപ്പൊ നിങ്ങളത് ഞാൻ ചെയ്യുന്നതും ഏകദേശം അല്ലേ? അത് നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നിങ്ങൾക്കൊരു ഡബിൾ കൺഫർമേഷൻ മാർക്കറ്റിന്റെ. വെച്ചാല് നിങ്ങൾ വാച്ച് ചെയ്യുന്നതിനെക്കാട്ടും ഒരു പടി മുൻപിൽ ഈ സാധനങ്ങൾ ടെക്നോളജി വാച്ച് ചെയ്യുന്നുണ്ട് എന്തും. അതായത് നമുക്ക് ഡബിൾ കൺഫർമേഷൻസ് ആണ് എപ്പോഴും നമ്മൾ എന്താക്കേണ്ടത്, ചെയ്യേണ്ടത്. കോൺഫിഡൻറ്റ് നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ ഡബിൾ മൈൻഡ് ഇല്ലാതെ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഫുൾ കോൺഫിഡൻസ് കിട്ടാന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം. ഞാനിപ്പം വിചാരിക്കുന്ന സാർ പറഞ്ഞോട്ട് ഇപ്പോൾ ഒരു $100 വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ നേരെ $100 വെച്ചിട്ട് ഓരോന്ന് ചെയ്താലും നല്ലതാണല്ലോ. $5 നമ്മൾ പ്രോഫിറ്റ് കണ്ടാൽ മതി ഡെയിലി. അതാണ് വേണ്ടതും. അതാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. അതാണ് ആർക്കും ഇല്ലാത്തൊരു കാര്യങ്ങൾ മാർക്കറ്റിൽ. ഇല്ലെങ്കിൽ നമുക്ക് നടക്കൂല ഇതില്. അല്ലാതെ നമ്മള് ഡിസിപ്ലിൻ ആണ് മെയിൻ ആയിട്ട്. യെസ്. അതായത് നമ്മളിപ്പോ ടൂൾ എടുക്കുമ്പോൾ നമ്മൾ ടൂളിനെ തന്നെ ഈ ടൂളിന്റെ സിസ്റ്റം കൊണ്ടുവന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആൾക്കാരെ ഡിസിപ്ലിൻ ആക്കുക. അതായത് ടൂൾ എടുത്തു കഴിഞ്ഞ ആൾക്കാർ പിന്നെ അവരെ ഗൈഡ് ടൂളായി. അവരെ ഗൈഡ് ടൂളാണ്. ഇപ്പൊ
ഓക്കെ, അതായത് ഒരു സെല്ല് ഒരു നിങ്ങൾക്കൊരു ലോസ് ഒരു എസ് എൽ ഹിറ്റ് ആയി കഴിഞ്ഞാല് പിന്നെ ആൾക്കാരൊന്നാവൂല ഓവർ ട്രേഡ്, അടുത്ത ട്രേഡ് എടുക്കൂല മാനുവലി പോയിട്ട്, അടുത്ത ടൂളിന്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു എസ് എൽ വന്ന പാട് ടൂൾ അടുത്ത കൺഫർമേഷൻ കുതാന്നാക്കൂല, മാർക്കറ്റ് വാച്ച് ചെയ്ത് ഒരു ടൈം എടുത്തിട്ട് അടുത്തത് വരും. അത് ടൂളിനെ അറിയാം, ബാക്കിൽ വർക്ക് ചെയ്യുന്നതിനെ അറിയാം. അപ്പൊ ആൾക്കാരെന്നാവൂല സ്വന്തം ഒറ്റക്ക് പോയിട്ട് ട്രേഡ് എടുക്കൂല, വെയിറ്റ് ചെയ്യും. ആൾക്കാർക്ക് വേണ്ടതും അതായത് ഒരാള് അവരെ ഒന്നിലേക്ക് അവർ ഫോക്കസ് ആവണം. പിന്നെ നമ്മ ആയിക്കോട്ടെ, നമുക്കൊരാളൊരു ഇത് തരാനും കണ്ടു കഴിഞ്ഞാൽ അവർ അതിലേക്ക് ഫോക്കസ് ചെയ്യും. ആ ഒരു ഡിസിഷനും കൂടി വെയിറ്റ് ചെയ്യും. അതായത് ഒറ്റക്കുള്ള ഡിസിഷൻ എന്നാവും. ഇപ്പം നിങ്ങൾക്കിപ്പോ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം അതായത് വേറെ ആരോടും ഇപ്പൊ ചോദിക്കാൻ പറ്റൂല, ഇത് നമുക്ക് ഇത് എടുത്താൽ കഴിയാം. അപ്പൊ അതെന്തായാലും പറ്റൂല. അപ്പൊ നമുക്കൊരു ഡിസിഷനും കൂടി ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും കൂടി എന്താണ് അത് ബെറ്റർ ആണ് എപ്പോഴും. അതാണ് നമ്മൾ ഇതിന്റെ ഇപ്പം ഏകദേശം നമുക്ക് ഇതിന്റെ കാര്യം, നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ വരുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് രജിസ്ട്രേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ പ്രൈസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രൈസിങ് വരുന്നത് നമ്മൾ ആക്ച്വൽ പ്രൈസിങ് വരുന്നത് 35,000 ആണ് ഇതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ കാര്യം ആക്ച്വൽ പ്രൈസിങ് വരുന്നത്. അപ്പോൾ നമ്മൾ നാളെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ നാളെ മറ്റന്നൊക്കെ ബാച്ച് ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ചെറിയൊരു ഓഫർ പ്രൈസിന് കൊടുക്കും. 25,000 ലൈഫ് ടൈമിലേക്കാണ് ആ ബാച്ചിൽ കൊടുക്കുന്നത്. ഇതിന്റെ പ്രീമിയം കാര്യങ്ങളെല്ലാം ആയിട്ട് ഇതിന്റെ ആക്സസും ട്രെയിനിങ് കാര്യങ്ങളും ഫുള്ളി 25,000 ആണ് കൊടുക്കുന്നത്. ആ ലൈഫ് ടൈം ആക്സസ് ആണ്, കാര്യങ്ങളാണ് എല്ലാം ലൈഫ് ടൈമിലേക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു പ്രൈസിങ് നോക്കണ്ട, നമ്മൾ എന്തായാലും ഇതിന്റെ ഒരു പ്രൈസിങ് ഇൻക്രീസിലേക്കാണ്. വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇവിടെ നമുക്കൊന്ന് കുറച്ച് ആൾക്കാർ അവർ ഇതാക്കട്ടെ, എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന രീതിയിലാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഇത് ഒരു എന്താ പറയാ കുറച്ചുകൂടി കഴിയുമ്പോഴേ എനിക്ക് ഇതിൽ തന്നെ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യണം. ഓക്കെ, മനസ്സിലായി. നമ്മളിപ്പം ജോലി ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇപ്പൊ ഇത് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ചെയ്യുന്നതാണ്, കൊടുക്കുന്നതാണ്. ഈ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് ഇത് മന്ത്ലി ആണ്. ഹലോ, ഇത് മന്ത്ലി ആണ്. ഇതാണ് അതിന്റെ പ്രീമിയം വരുന്നത്. ഇപ്പൊ ടോട്ടൽ 1 ഇയറിലേക്ക് ഒരുമിച്ച് അത് എടുക്കുകയും വേണം. അത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം $1000 വരും ഒരു 1 ഇയറിലേക്ക് എടുക്കുമ്പോൾ. ഇതൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് അതൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. നമുക്ക് അതാണല്ലോ വേണ്ടത്. അതായത് ഇപ്പം ഇവിടുന്ന് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോ ആ ഒരു റീസണബിൾ പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത്. ടൂളിന് നമുക്ക് ടൂളിന്റെ ഇതെന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യണം. വേണ്ടത് അതാണ്. എപ്പോഴും കേരളത്തിലൊരു പ്രശ്നം, മാറ്റങ്ങൾ പെട്ടെന്ന് അവരൊന്നും അക്സെപ്റ്റ് ചെയ്യൂല. ഇപ്പൊ നോക്കിയന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണ്. എല്ലാ മാർക്കറ്റിലും ഇത് ഓക്കെയാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കാട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഡൗട്ട് എന്ന് വെച്ചാല് നമുക്ക് ഞാൻ നോക്കാം. എന്തായാലും നമുക്ക് നാളെയും കൂടി കൺഫർമേഷൻ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ എന്തായാലും ടീമിനോട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറയാം. അതിന്റെ ബാക്കി ഡീറ്റെയിൽ അയച്ചു തരാൻ പറയാം. നിങ്ങൾ നാളെ ഒന്ന് കൺഫർമേഷൻ കൊടുത്താൽ മതി ടീമിന്. നമുക്ക് ബിനാൻസ് വേണം. അപ്പൊ ബിനാൻസ് നിങ്ങൾക്ക് ഓപ്ഷനബിൾ ആണ്, എടുക്കുന്നെങ്കിൽ ചെയ്ത് നമ്മൾ തന്നെ ചെയ്തു തരും, പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടി നല്ലതാണ്, നിങ്ങൾക്ക് ഒന്നുകൂടി ഈസിയാണ്, കാര്യങ്ങൾ നല്ലതാണ്. ബിനാൻസ് ഒക്കെ എന്ന് പറയുന്നത് പഠിപ്പിച്ചുതരാം, പ്രശ്നമൊന്നുമില്ല. ഇത് MT5 തന്നെ നമുക്ക് എടുത്തൂടെ? ഓ, എടുക്കാം, ഷുവർ. MT5ലേക്ക് ആക്സസ് എടുക്കുന്നത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ബ്രോക്കർ ഇവിടുന്ന് കണക്ട് ആക്കി. ബ്രോക്കർ ഏതാണ്? ഫൈവറിലെ പറഞ്ഞത്? ഫൈവേഴ്സ് അല്ല, ഫൈവേഴ്സ് നിങ്ങൾ പറഞ്ഞ ഞാൻ സ്റ്റാർട്ടേഡർ ആണുള്ളത്. ഓക്കെ, അത് കണക്ട് നമുക്ക് ആക്കാം, കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് ടീമിന് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളതൊന്ന് നാളെ ഒന്ന് ഫൈനലാക്കി കൊടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ടീമോട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി, കണക്ട് ചെയ്യൂ. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഫൈൻ. ഗുഡ് നൈറ്റ്. ഓക്കെ.